വീടുകളിൽ അച്ഛനമ്മമാരും സ്കൂളുകളിൽ അധ്യാപകരും പഠിപ്പിക്കാതെ വിടുന്ന ഒരു പാഠഭാഗമുണ്ട്. മനുഷ്യ ശരീരത്തിലെ ലൈംഗിക അവയവങ്ങളെ കുറിച്ചും ലൈംഗിക പ്രക്രിയയെ കുറിച്ചുമുള്ള പാഠഭാഗങ്ങളാണവ. അവയെപ്പറ്റി ചോദിക്കുന്ന കുട്ടികൾക്ക് വീടുകളിൽ വഴക്കും സ്കൂളുകളിൽ അടിയുമാണ് പതിവ്. കണ്ണ്, മൂക്ക്, ചെവി, നാവ്, കൈകാലുകൾ എന്നൊക്കെ ശരീരത്തിലെ എല്ലാ അവയവങ്ങളും പഠിപ്പിച്ചു കൊടുക്കുന്ന നമ്മൾ ലൈംഗിക അവയവങ്ങളുടെ കാര്യം വരുമ്പോൾ അസ്വസ്ഥരാകുന്നു. അതൊന്നും പുറത്തു പറയാൻ പാടില്ല, കുട്ടികൾ അറിയരുത് എന്നൊക്കെയാണ് കാലങ്ങളായിട്ടുള്ള നമ്മുടെ ശീലം. സെക്സ് ഒരു പാപമാണ്, അതെപ്പോഴും മറച്ചു വെക്കണം, അതിനെപ്പറ്റി എഴുതാനും പറയാനും പാടില്ല, അതൊക്കെ കുടുംബത്തിൽ പിറന്നവർക്ക് യോജിച്ചതല്ല എന്നൊക്കെയാണ് പൊതുസമൂഹത്തിന്റെ ധാരണ. അതൊക്കെ കല്യാണം കഴിയുന്നതിന് മുമ്പ് പഠിച്ചാൽ കുട്ടികൾ വഴിതെറ്റി പോകുമെന്ന് മാതാപിതാക്കൾ പേടിക്കുന്നു. തങ്ങളൊന്നും ചെറുപ്പത്തിൽ ഇതൊന്നും പഠിച്ചിട്ടല്ലല്ലോ ഈ നിലയിലെത്തിയത് എന്നും അവർ വാദിക്കുന്നു. ഇവിടെയാണ് പല കാര്യങ്ങളിലും എന്ന പോലെ നമുക്ക് തെറ്റുപറ്റുന്നത്. ആദ്യമായി നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ ജീവിച്ച കാലമല്ലിത്. വ്യക്തിയിലും സമൂഹത്തിലും ഇക്കാലത്തിനിടക്ക് ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. വള്ളി ട്രൗസർ വരിഞ്ഞു മുറുക്കി മൂവാണ്ടൻ മാവിന്റെ തുഞ്ചത്ത് വലിഞ്ഞു കയറി മാമ്പഴം വീഴ്ത്തിയിരുന്ന ആ കുട്ടിക്കാലം ഇന്ന് നമ്മുടെ മനസ്സിലല്ലാതെ ലോകത്ത് വേറെ എവിടെയുമില്ല. പണ്ടത്തെ പെൺകുട്ടികൾക്ക് വളപ്പൊട്ടുകളും ആൺകുട്ടികൾക്ക് ഓലപ്പീപ്പിയുമായിരുന്നു കളിപ്പാട്ടങ്ങളെങ്കിൽ ഇന്നത്തെ കുട്ടികൾക്ക് ആൺപെൺ വ്യത്യാസമില്ലാതെ മൊബൈലാണ്. അതിൽ 24 മണിക്കൂറും മുങ്ങിക്കുളിക്കുന്നവരാണവർ. സാങ്കേതികതയിലും സങ്കല്പങ്ങളിലും നമ്മളെക്കാൾ എത്രയോ ദൂരെയാണ് നമ്മുടെ മക്കൾ. അപ്പോൾ ലൈംഗിക വിദ്യാഭ്യാസം നമ്മൾ കൊടുത്തിട്ടില്ലെങ്കിലും അവർ പഠിക്കും. അതിനുള്ള എല്ലാ സൂത്രവിദ്യയും അവരുടെ കയ്യിലുള്ള ആ ചതുരപ്പെട്ടിയിലുണ്ട്. അതുകൊണ്ട് അവരെ വഴക്കു പറഞ്ഞിട്ടോ അവരോട് മസിൽ പിടിച്ചിട്ടോ ഒരു കാര്യവുമില്ല. പക്ഷെ ആ പഠിപ്പ് അവരുടെ ജീവിതം തകർക്കും. കാരണം അവർ പഠിക്കുന്ന സിലബസ് അബദ്ധങ്ങൾ നിറഞ്ഞതും ആ യൂണിവേഴ്സിറ്റി വ്യാജവുമാണ്. പുതുമഴയിൽ പൊട്ടിമുളക്കുന്ന ഈയാമ്പാറ്റകളെ കൊല്ലാൻ സന്ധ്യക്ക് വെള്ളം നിറച്ച തളികയിൽ മണ്ണെണ്ണ വിളക്ക് കത്തിച്ചു വെച്ച കുട്ടിക്കാലം ഓർമ്മയില്ലേ? അതേ പരിപാടി കുട്ടികളോട് ഡിജിറ്റലായി ചെയ്യുകയാണ് സമൂഹ മാധ്യമങ്ങൾ. സെക്സ് എന്താണെന്നറിയാൻ കൗതുകം പൂണ്ടു നിൽക്കുന്ന കൗമാരങ്ങളെ വികലവും വികൃതവുമായ സെക്സിന്റെ മണ്ണെണ്ണ വിളക്ക് കാണിച്ച് അവർ കെണിയിൽപ്പെടുത്തുന്നു. എന്നാൽ പിന്നെ അത് നമുക്ക് തന്നെ നമ്മുടെ മക്കൾക്ക് പറഞ്ഞു കൊടുത്തുകൂടെ? അവർക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണവും വസ്ത്രങ്ങളും വലിയ വില കൊടുത്ത് നാം വാങ്ങിക്കൊടുക്കുന്നില്ലേ? ഇത് അതിനേക്കാളേറെ അവരുടെ ജീവിതത്തെ ബാധിക്കുന്ന കാര്യമല്ലേ? അവർ എവിടെ നിന്നോ എന്തൊക്കെയോ എങ്ങനെയൊക്കെയോ പഠിച്ച് അതൊക്കെ പ്രയോഗിച്ച് ഒടുവിൽ അവരുടെ ജീവിതം നാശമായാൽ നാം തന്നെയല്ലേ അതിന്റെ ഉത്തരവാദി? നമുക്ക് തന്നെയല്ലേ അതിന്റെ കേട്? പഴയ കാലത്തെ പോലെ ഇപ്പോൾ ഇതൊന്നും അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമല്ലല്ലോ. ഏത് പഠനത്തിനും ഇപ്പോൾ പെന്നും കടലാസും ചോക്കും ബോർഡും ഒന്നും വേണ്ടല്ലോ. നെറ്റും കമ്പ്യൂട്ടറും ഉണ്ടെങ്കിൽ ഏതറിവും ഇന്ന് നമ്മുടെ മുൻപിൽ പണ്ട് അലാവുദ്ദീന്റെ മുൻപിൽ ഭൂതം വാപൊത്തി നിന്ന പോലെ നിൽക്കുമല്ലോ. കുട്ടികൾക്ക് നൽകുന്ന അറിവ് ശാസ്ത്രീയമായിരിക്കണം. മുറി അറിവുകളോ കെട്ടുകഥകളോ പറയാതെ കൃത്യമായ കാര്യങ്ങൾ പഠിപ്പിക്കണം. അറിവുകൾ സമഗ്രമായിരിക്കണം. മുക്കും മൂലയും പറഞ്ഞ് അവിടെയും ഇവിടെയും കുറച്ചൊക്കെ ഒഴിവാക്കി പറഞ്ഞു കൊടുത്താൽ അത് ഉപകാരത്തിലേറെ ഉപദ്രവമാവും. മുറിവൈദ്യൻ ആളെ കൊല്ലും എന്ന ചൊല്ല് അന്നും ഇന്നും സത്യം തന്നെ. പ്രായത്തിനനുസരിച്ചായിരിക്കണം പാഠങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ടത്. LKG വിദ്യാർത്ഥിയോടല്ലല്ലോ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ കുറിച്ച് പറയേണ്ടത്. കുട്ടികളുടെ അറിവിനനുസരിച്ച് അവരെ പഠിപ്പിക്കാൻ കൃത്യമായ ഒരു പാഠ്യപദ്ധതി തന്നെ ഉണ്ടാവണം. സ്കൂൾ സിലബസുകളിൽ ഇതൊരു പ്രത്യേക വിഷയമായി ഉൾപ്പെടുത്തി കഴിവുള്ള അധ്യാപകർ കുട്ടികൾക്ക് അത് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കണം. ഇത് സെക്സിനെ പറ്റിയുള്ള കുട്ടികളുടെ അറിവിലും കാഴ്ചപ്പാടുകളിലും സമൂലമായ മാറ്റം വരുത്തും. സെക്സ് ഒരു പാപമോ കുറ്റമോ അല്ലെന്ന് അവർ മനസ്സിലാക്കും. അതിനെക്കുറിച്ചുള്ള അനാവശ്യമായ ചിന്തകളിൽ നിന്നും
ഇത്തരം അറിവുകൾ അവരെ മോചിതരാക്കും. സെക്സിനെ കുറിച്ചുള്ള നേരായ കാഴ്ചപ്പാടുകളിലൂടെ വിവാഹവും അതുവഴി കുടുംബ ജീവിതവും സന്തോഷകരമാക്കാൻ അവർക്ക് കഴിയും. അന്യോന്യം മാനിക്കാനും മനസ്സിലാക്കാനും ആൺകുട്ടികളെയും പെൺകുട്ടികളെയും ഇത് സന്നദ്ധരാക്കും. അതുവഴി ചപലമായ പ്രണയബന്ധങ്ങളും അതിന്റെ അവസാനമായി വന്നു ചേരുന്ന കുറ്റകൃത്യങ്ങളും ഒഴിവാക്കാൻ കഴിയും. ലൈംഗിക വിദ്യാഭ്യാസം അശ്ലീലമല്ല. കണക്കും സയൻസും സോഷ്യൽ സ്റ്റഡീസും പോലെ ഒരു പാഠ്യപദ്ധതി മാത്രം. ആൺകുട്ടികൾ വിഷം തിന്ന് മരിക്കാതിരിക്കാൻ, പെൺകുട്ടികളുടെ മുഖത്ത് ആസിഡ് വീഴാതിരിക്കാൻ, കലാലയങ്ങൾ മൂപ്പത്താത്ത പ്രണയത്തിന്റെ കുരുതിക്കളങ്ങളാകാതിരിക്കാൻ, ലൈംഗിക വൈകൃതങ്ങളുടെ ഇരകളായി നാടിന്റെ കൗമാരം കൂമ്പടയാതിരിക്കാൻ വേണം നമുക്ക് ലൈംഗിക വിദ്യാഭ്യാസം.